പ്രതിപക്ഷത്തിന് ഈ വിഷയത്തിൽ എന്താണ് ആത്മാർത്ഥത എന്നതാണ് ചോദ്യം. ഈ 3 കാര്യങ്ങൾ. ഒന്ന്, അതിൽ ആരോപണ വിധേയനിൽ 2 പേരിൽ ഒരാൾ UDF യൂണിയനിൽപ്പെട്ടയാളാണ്, കോൺഗ്രസിൻ്റെ സംഘടനാ ഭാരവാഹിയാണ്. രണ്ടാമത്തേത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ ഇടത് സംഘടനയുടെ ഭാരവാഹിയാണ്. അപ്പോൾ ആ കാര്യത്തിൽ സമാസമമാണ്. അവിടെ എന്ത് രാഷ്ട്രീയ ആരോപണമാണ് ഇനി ഉന്നയിക്കാൻ പോകുന്നത് കോൺഗ്രസ്? 2013 കാലഘട്ടത്തിലെ പാത്രകുംഭകോണത്തിൽപ്പെട്ടത് അന്നത്തെ ദേവസ്വം മന്ത്രിയുടെ സഹോദരനായിട്ട് നടപടി എടുക്കാതിരുന്ന സർക്കാരാണ്, നടപടി എടുക്കാതിരുന്ന ദേവസ്വം ബോർഡാണ്. പിന്നീട് ഇടതുപക്ഷം അധികാരത്തിൽ വരുമ്പോഴാണ് നടപടി എടുക്കുന്നതും ഇപ്പോഴും പെൻഷൻ പാതി നിഷേധിക്കപ്പെട്ട നിലയിൽ നിൽക്കുന്നതും. ഓംബുഡ്സ്മാൻ വരെ കണ്ടെത്തി, ചെറുന്നിയൂർ P. ശശിധരൻ കമ്മീഷൻ കണ്ടെത്തി, 8-7 ശരിയാണെന്ന് തെളിഞ്ഞു. 8-7 അത്ര വലിയ കുംഭകോണമാണ് നടത്തിയത്. ഇല്ലാത്ത സ്ഥാപനത്തിൻ്റെ പുറത്ത് സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടി ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വത്തടിച്ചു മാറ്റാൻ ശ്രമിച്ചു. അവരാണോ ഈ പ്രതിപക്ഷത്തിൻ്റെ മേലങ്കി അണിഞ്ഞ് ഇന്ന് സഭയിൽ സമരം നടത്തിയത്? അവർക്ക് എന്ത് ആത്മാർത്ഥത എന്ന് ചോദിച്ചാൽ എന്താ മറുപടി? ആ മറുപടിയാണ് ശരിക്കും നമ്മൾ അർഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ വിഷയത്തിൽ ഇന്ന് പ്രതിപക്ഷം സഭയിൽ കാട്ടിയതിനും തെല്ലും ആത്മാർത്ഥതയില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുക. കാരണം ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്.